CUET UG 2026 ഏറ്റവും കൂടുതൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കോമ്പറ്റീഷൻ ഉണ്ടാവുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. CUET UG 2026 എഴുതിയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഇത് അയച്ചു കൊടുക്കാം. ആദ്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 11,64,000 ആൾക്കാരാണ് CUET UG 2026 എഴുതിയിട്ടുള്ളത്. അതിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്ത ആൾക്കാർ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ അറ്റൻഡ് ചെയ്ത എക്സാം എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് അറ്റൻഡ് ചെയ്ത ആളുകൾ എന്ന് പറയുന്നത് 9,14,653 ആൾക്കാരാണ് ഇംഗ്ലീഷ് എക്സാം എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം പൊതുവെ ഇംഗ്ലീഷ് കോഴ്സുകൾക്ക് ഈ ഒരു ഇംഗ്ലീഷ് നമ്മൾ മാൻഡറ്ററി ആയിട്ട് ഇതിൽ പറയുന്നുള്ളത് കൊണ്ട് എഴുതിയ ആൾക്കാരൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഇംഗ്ലീഷിന് അത്യാവശ്യം ആളുകൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ഒരു കോഴ്സിന് പല യൂണിവേഴ്സിറ്റികൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഈ BA ഇംഗ്ലീഷ് പോലുള്ള കോഴ്സുകൾ മോസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റീസ് കൊടുക്കുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ആപ്ലിക്കൻസ് കൂടുതലായിരിക്കും. പിന്നെ വരുന്നത് സയൻസ് സ്ട്രീമിലേക്കാണ്. അതിലാണ് പിന്നീട് വന്ന ആപ്ലിക്കൻസിൻ്റെ കണക്ക് കൂടുതലുള്ളത്. അതിൽ ഫസ്റ്റ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയിൽ 6,77,609 ആൾക്കാരാണ് എക്സാം എഴുതിയിട്ടുള്ളത് ഈ വർഷം. അപ്പോൾ ഈ 6 ലക്ഷം ആൾക്കാർ കെമിസ്ട്രി എഴുതിയിട്ട് ഒന്നെങ്കിൽ ഐക്കറിലേക്കോ അല്ലെങ്കിൽ കെമിസ്ട്രി പരമായിട്ടുള്ള കോഴ്സുകളിലേക്ക് പോകുന്നവരുണ്ടായിരിക്കും. അതുപോലെ തന്നെ പിന്നെ വരുന്നത് ഫിസിക്സ് ആണ്. ഫിസിക്സ് പറയുമ്പോൾ നമുക്ക് ഏകദേശം 6,47,076 ആൾക്കാരാണ് ഫിസിക്സ് എഴുതിയിട്ടുള്ളത്. പിന്നെ വരുന്നത് മാത്സ് ആണ്. മാത്സ് എഴുതിയിട്ടുള്ളത് 4,00,000 ചില്ലറ ആൾക്കാരാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ വരുന്ന ബയോളജിയാണ്. ബയോളജിയും 4,02,000 ആൾക്കാരാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പ്രധാനമായും മനസ്സിലാക്കേണ്ട കാരണം വെച്ചാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ CUET UG എഴുതുന്നുള്ളത് 2022 മുതൽ 2026 വരെയുള്ള ട്രെൻഡ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സയൻസ് സ്ട്രീമിലുള്ള ആളുകളാണ് CUET UG കൂടുതലായിട്ട് എഴുതുന്നത്. അപ്പോൾ അതിൽ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജിയാണ് കൂടുതൽ എഴുതുന്നത്. പിന്നെ നമുക്ക് പറയാനാണെങ്കിൽ ജനറൽ പേപ്പറാണ് പറയാനുള്ളത്. അത് ഒരുപാട് ആൾക്കാർ എഴുതിയിട്ടുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ക്രൈറ്റീരിയയിൽ പറയുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റീസ് ജനറൽ പേപ്പർ കവർ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്, എഴുതണമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇംഗ്ലീഷ് കഴിഞ്ഞാൽ, കെമിസ്ട്രി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എഴുതുന്ന പേപ്പറാണ് ജനറൽ പേപ്പർ എന്ന് പറയുന്നത്. അത് 6,75,000 ആൾക്കാരാണ് ആ ഒരു പേപ്പർ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ക്രൈറ്റീരിയ ആയിട്ട് എടുക്കുന്ന യൂണിവേഴ്സിറ്റികളൊക്കെ കുറവാണ്. ഏതെങ്കിലും കോമ്പിനേഷൻ്റെ കൂടെയാണ് ജനറൽ പേപ്പർ എടുക്കുന്നുള്ളത്. പിന്നെ നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ എക്കണോമിക്സ് ആണ്. എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹ്യൂമാനിറ്റീസുകാർക്കും അതുപോലെ തന്നെ കൊമേഴ്സുകാർക്കും വേണ്ട ഒരു സബ്ജക്റ്റാണ് എക്കണോമിക്സ്. എക്കണോമിക്സ് ഈ വർഷം എഴുതിയ ആൾക്കാരെന്ന് പറയുന്നത് 1,95,000 ആൾക്കാരാണ്. അപ്പോൾ ഇതിൽ കുറേ ആൾക്കാർ BA എക്കണോമിക്സ് നോക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും, BSc എക്കണോമിക്സ് നോക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹ്യൂമാനിറ്റീസുകാരും കൊമേഴ്സുകാരും ഒരുപോലെ മത്സരിക്കുന്നൊരു അറ്റൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കോഴ്സാണ് BA എക്കണോമിക്സ് എന്ന് പറയുന്നത്. കുറേ ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കോഴ്സിൽ കയറാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ ഈ വർഷം ഉണ്ടാവും. പിന്നെ വരുന്നത് ബിസിനസ് സ്റ്റഡീസിനാണ്. അപ്പോൾ എനിക്കൊന്നും ഒരുപാട് കുട്ടികൾ ബിസിനസ് സ്റ്റഡീസ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന കാരണം വെച്ചാൽ ചിലപ്പോൾ അക്കൗണ്ടൻസിയെ കമ്പയർ ചെയ്യുമ്പോൾ ബിസിനസ്സാണ് എളുപ്പം എന്നുള്ള രീതിയിലായിരിക്കും ബിസിനസ് ചൂസ് ചെയ്തിട്ടുള്ളത്. ബിസിനസ്സിൽ ഏകദേശം 1,79,000 ആൾക്കാരാണ് ഈ വർഷം എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ വരുന്ന അക്കൗണ്ടൻസിയാണ് കൊമേഴ്സിൽ വരുന്നത്. അക്കൗണ്ടൻസി എഴുതിയിട്ടുള്ളത് ഏകദേശം 1,66,000 ആൾക്കാരാണ് എഴുതിയിട്ടുള്ളത്. ചെറിയൊരു വ്യത്യാസമാണ് അതിൽ വരുന്നത്. പിന്നെ ഹ്യൂമാനിറ്റീസിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രധാനമായി പറയേണ്ടത് ഹ്യൂമാനിറ്റീസിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ എഴുതിയിട്ടുള്ള പേപ്പറാണ് ഹ്യൂമാനിറ്റീസിൽ പൊളിറ്റിക്കൽ സയൻസ്. പൊളിറ്റിക്കൽ സയൻസിൽ 1,21,000 ആൾക്കാരാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ വരുന്നത് ഹിസ്റ്ററി എടുക്കുമ്പോൾ ഹിസ്റ്ററിയിൽ ഏകദേശം 97,513 ആൾക്കാരാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ മോസ്റ്റ് ഓഫ് ദി ആൾക്കാർ നോക്കുന്ന ഒരു ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ സയൻസ് ആണ്. നമുക്കറിയാം DUവിൽ നോക്കുന്നവരുണ്ട്, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബാക്കിയുള്ള പ്രീമിയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ പൊളിറ്റിക്കൽ സയൻസ് നോക്കുന്നുണ്ട്. മാത്രമല്ല മോസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റീസ് പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ അറിയാം, നമുക്ക് ഈ വർഷത്തെ എക്സാമിൻ്റെ ഒരു പാറ്റേണൊക്കെ അറിഞ്ഞിരുന്നല്ലോ. നമ്മൾ വിചാരിച്ച മാതിരി അല്ലായിരുന്നു. ചില ആൾക്കാർക്ക് ടഫായിരുന്നു, ചില ആൾക്കാർക്ക് ഈസി ആയിരുന്നു. ഒരുപാട് കുട്ടികളൊക്കെ ചോദിക്കുന്നുണ്ട്, സാർ ഈ മാർക്ക് വെച്ച് കിട്ടുമോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് കിട്ടിയ എത്ര മാർക്കാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങളൊരു കുറഞ്ഞതൊരു 5 യൂണിവേഴ്സിറ്റികൾക്കും അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമ്മളൊരു കട്ട് ഓഫ് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നുണ്ട്. നിങ്ങളുടെ മാർക്കിനനുസരിച്ചുള്ള ഒരു യൂണിവേഴ്സിറ്റി പ്രിഫറൻസ് കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ നമ്മളുടെ ഹെൽപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ അതിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ മാർക്ക് എത്രയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതൊരു മാർക്ക് എങ്ങനെയാണ് അതിനനുസരിച്ചുള്ള യൂണിവേഴ്സിറ്റികൾ കാര്യങ്ങൾ നമ്മൾ പറയുന്നതായിരിക്കും. Anyway, all the best.